ഹലോ. അപ്പോൾ കുറേ നാളുകളായല്ലേ നമ്മൾ കണ്ടിട്ട്. കുറച്ച് തിരക്കായി പോയതുകൊണ്ട് വീഡിയോകളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം, ഞാൻ ഇടയ്ക്ക് നാട്ടിലൊന്ന് പോയായിരുന്നു. അപ്പോൾ ആ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു വീഡിയോ കണ്ടാലോ? ഇപ്പോൾ രാവിലെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. ആകാശം നോക്ക് നല്ല ഭംഗിയുണ്ട്. രാവിലെ ആയതുകൊണ്ട് ട്രാഫിക്കൊന്നുമില്ല. അതുപോലെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഞാനിവിടെ ന്യൂയോർക്കിലെ JF കെന്നഡി എയർപോർട്ടിൽ നിന്നും ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. രാവിലെ ഇത്തിരി ഒരു മൂടിയ അന്തരീക്ഷമാണ്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ എത്താറായപ്പോഴത്തേക്കും ഫ്ലൈറ്റുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നു. നല്ല തിരക്കുള്ള ഒരു എയർപോർട്ടാണിത്. ഈ എയർപോർട്ടിന് ഒരുപാട് ടെർമിനലുകളുണ്ട്. അപ്പോൾ ഓരോ ടെർമിനലിൽ നിന്നും ഏതൊക്കെ ഫ്ലൈറ്റുകളാണ് ഏതൊക്കെ സ്ഥലത്തേക്കാണ് പോകുന്നതെന്നെല്ലാം കറക്റ്റായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ടെർമിനൽ 4-ൽ നിന്നാണ്. അപ്പോൾ ടെർമിനൽ 4-ൻ്റെ ഡിപ്പാർച്ചർ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിബിക്ക് എന്നെ ഇറക്കി വിട്ട് പെട്ടെന്ന് തിരിച്ചു പോരാനേ പറ്റുള്ളൂ. അവിടെ ഇങ്ങനെ ഒരുപാട് നേരം പാർക്ക് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റില്ല. ഞങ്ങൾ ചെക്കിനെല്ലാം ഓൾറെഡി ചെയ്തായിരുന്നു. അതുപോലെ നമ്മൾ എയർപോർട്ടിൽ ചെന്നാലും നമ്മുടെ ബഗേജിനൊക്കെയുള്ള സ്റ്റിക്കേഴ്സ് നമ്മൾ തന്നെ പ്രിൻ്റ് ചെയ്ത് ബാഗൊക്കെ തന്നെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. രാവിലെ സമയമായിരുന്നുകൊണ്ട് എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കിന് ഒന്നും താമസം ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ പെട്ടിയൊക്കെ വിട്ടു. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ഗേറ്റിൽ പോയി ഇരുന്നാൽ മതി. അപ്പോൾ ഒരുപാട് സമയം 2-3 മണിക്കൂർ മിച്ചമുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു. കാണാനായിട്ട് രസമാണ്. വലിയ തിരക്കും ഇല്ല. എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതിൽ നമ്മുടെ പെട്ടികൾ, ഭക്ഷണ സാധനങ്ങൾ ഒക്കെ അവർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എമിറേറ്റ്സിൻ്റെ A380 എന്ന് പറയുന്ന പാസഞ്ചർ ഫ്ലൈറ്റാണ്. ഇന്നിപ്പോൾ നമ്മൾക്ക് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള അതിൽ വെച്ച് ഏറ്റവും വലിയ പാസഞ്ചർ ഫ്ലൈറ്റാണ് A380. എമിറേറ്റ്സ്, സിംഗപ്പൂർ എയർലൈൻസ് അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ ഈ A380 ഫ്ലൈറ്റുകളുള്ളൂ. അപ്പോൾ ഇതിന് 2 നിലയാണുള്ളത്. മുകളിലത്തെ നിലയിലാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് ഒക്കെ. താഴത്തെ നിലയിൽ ഇക്കോണമി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബോർഡ് ചെയ്യാനുള്ള സമയമാകുന്നു നോക്കി എല്ലാവരും ഇരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് തന്നെ വളരെ സ്മൂത്തായിട്ട് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ടേക്ക് ഓഫിന് മുന്നേ ഫ്ലൈറ്റ് അറ്റൻഡൻസ് അവരുടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്ന ഒരു ഭാഗമാണിത്. നമ്മുടെ ഫ്ലൈറ്റ് ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റിൽ തന്നെയുള്ള ഫ്രണ്ടിലുള്ള ക്യാമറയിൽ നിന്നാണ്.
അപ്പോൾ ഈ ഫ്ലൈറ്റിന് താഴെ മുകളിലും ഫ്രണ്ടിലും ഒക്കെ ക്യാമറ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മുന്നേ ആയിട്ട് വേറെ ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട്. അപ്പോൾ അത് ടേക്ക് ഓഫ് കഴിഞ്ഞിട്ടേ നമ്മൾക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ പൊങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പുറത്തേക്ക് നോക്കിയാൽ മേഘങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. താഴത്തെ ക്യാമറയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെള്ളവും കരയും ഒക്കെ വളരെ ക്ലിയർ ആയിട്ടൊന്നും അല്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ന്യൂയോർക്കിൽ നിന്നും ദുബായിലേക്കുള്ള വഴിയാണ്. നമ്മൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിൽ കൂടിയാണ് കൂടുതൽ നേരവും യാത്ര ചെയ്യുന്നത്. അത് ദുബായിൽ എത്തുമ്പോഴത്തേക്കും 7564 മൈലുണ്ട്. അതായത് 12173 കിലോമീറ്ററാണ്. അവിടെ എത്താനായിട്ട് ഇവിടെ നിന്നും 12 മണിക്കൂർ 6 മിനിറ്റ് ആണ് സമയം. അങ്ങനെയാണ് എസ്റ്റിമേറ്റ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊന്ന് നോക്ക്. യാത്ര വളരെ സുഖമായിരുന്നു. കറക്റ്റ് സമയത്ത് നമുക്ക് ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം കിട്ടി. അതുപോലെ 1-2 സിനിമയൊക്കെ ഞാൻ കണ്ടു. പിന്നെ കുറച്ച് നേരം ഉറങ്ങി. 12 മണിക്കൂറില്ലേ, അപ്പം ഇരുന്നിരുന്ന് നമ്മൾ കുറച്ചൊക്കെ മടുക്കും. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സിനിമ കാണുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ നീണ്ട 12 മണിക്കൂറിന് ശേഷം നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്യാറായി. താഴത്തെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഈ ഒരു ലാൻഡിംഗ് പോയിൻറ്റിനെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത്. അപ്പോൾ ദുബായിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രത്യേകിച്ച് വിസയുടെ ആവശ്യമില്ല. അപ്പം നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ഓൺ അറൈവൽ വിസയാണ് അവിടെ കിട്ടുക. അപ്പോൾ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഗേറ്റിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യാനായിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ദുബായിൽ നിന്നും എന്നെ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ക്ലാസ്മേറ്റാണ്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ദുബായ് എയർപോർട്ടിലെ കുറച്ച് ദൃശ്യങ്ങളാണ്. വളരെ ഭംഗിയുള്ള, നല്ല രസമാണ് ദുബായ് എയർപോർട്ടിൻ്റെ അകം കാണാനായിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി ആഷ ഇവിടെ ദുബായ് എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ എയർപോർട്ടിൽ കൂടെ ഒക്കെ നടന്നു. അപ്പം ഞാൻ പാസ്പോർട്ടൊക്കെ സ്കാൻ ചെയ്ത് ചെന്നപ്പോഴത്തേക്കും എൻ്റെ ബാഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രൊസീജിയേഴ്സും വളരെ ഫാസ്റ്റാണ്. ആഷ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ, ഒരു മലയാളി ചായക്കടയാണ്, അപ്പോൾ അവിടെ പോയി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത് ദുബായ് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ്. അപ്പോൾ ഹോട്ടലിലേക്കുള്ള വഴിയാണ്. ആഷ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ എൻ്റെ കാനഡയിൽ നിന്നുള്ള ഫ്രണ്ട് സ്മിത, അതുപോലെ UK നിന്നുള്ള ഫ്രണ്ട് ബോബി, അവർ രണ്ടുപേരും കൂടെ ഇനിയിപ്പം
ഹോട്ടലിലേക്ക് വരാനുണ്ട്. ഇനി ദുബായിൽ ഞങ്ങളുടെ 4 ക്ലാസ്മേറ്റ്സ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അവരെല്ലാവരും വൈകുന്നേരം ആകുമ്പം വരും. അപ്പോൾ ഞങ്ങൾ 2 ദിവസം ഇനി ദുബായിൽ എല്ലാവരും കൂടി ഞങ്ങൾ 7 പേരുണ്ട്. ദുബായിലൊന്ന് കറങ്ങാമെന്നൊക്കെയാണ് ഞങ്ങളുടെ പ്ലാന്. ഇത് ഹോട്ടലിലെ ലോബിയാണ്. സ്മിതയും ബോബിയും ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ ബോബിയെ കാണുന്നത് 27 വർഷം കൂടിയാണ്. ഞങ്ങൾ നഴ്സിംഗ് പഠിച്ച ഓരോ സ്ഥലത്തൂടെ ജോലിക്കായി പോയതിൽ അത് കഴിഞ്ഞ് ഇതുവരെ ബോബിയെ കണ്ടിട്ടില്ല. പിന്നെ ദുബായിലുള്ള ഫ്രണ്ട്സിനെയും സ്മിതയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. സ്മിത കാനഡയിലായതുകൊണ്ട് ഞങ്ങൾ കാനഡയ്ക്ക് പോകുമ്പം കാണാറുണ്ട്. അതുപോലെ ദുബായ് വഴി നാട്ടിലേക്ക് പോകുമ്പോൾ ദുബായിലുള്ള ഫ്രണ്ട്സിനെയും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 27 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതെങ്കിലും അങ്ങനെ ഒരു അകൽച്ചയും ഞങ്ങൾക്കൊട്ടും ആർക്കും തോന്നിയില്ല. അപ്പോൾ ഈ നഴ്സിങ്ങിന് ഞങ്ങൾ പഠിച്ച കാലത്തൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട്, അപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ദൂരെയാണ്. അതുപോലെ നമുക്കാകെ ഉള്ളത് ഫ്രണ്ട്സാണ്. അപ്പോൾ അതിലുള്ള വിഷമതകളും സങ്കടങ്ങളും ഒക്കെ അന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ഫ്രണ്ട്സാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അകൽച്ചയില്ല. എപ്പോഴും ടെക്സ്റ്റ് മെസ്സേജിൽ കൂടെയും വാട്സപ്പിൽ കൂടെയൊക്കെ എപ്പോഴും നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. China grass. കോട്ടയമായിട്ട് നിയമങ്ങൾ വളരട്ടെ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ. വൈകുന്നേരം ആയപ്പം ദുബായ് മാൾ അതുപോലെ ബുർജ് ഖലീഫയൊക്കെ കാണാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പോകുന്ന വഴിയാണ്. പറ്റുന്ന പോലെയൊക്കെ ദുബായിയുടെ പല ഭാഗങ്ങളും ഞാൻ നിങ്ങളെ കാണിക്കാം. പല പ്രാവശ്യം വന്നിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിലും നമുക്ക് പിന്നെയും ദുബായ് കാണാനായിട്ട് ആഗ്രഹമാണ്. സിറ്റിയൊക്കെ റോഡൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ള സിറ്റി. അങ്ങനെ ഞങ്ങൾ ബുർജ് ഖലീഫയുടെ അടുത്തെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫ്രണ്ട്സ് 7 പേരും. വൈകുന്നേരം ഇവിടെ വാട്ടർ ഫൗണ്ടൻ ഷോ ഉണ്ട്. അതുപോലെ വൈകുന്നേരം ആകുമ്പം നല്ല ലൈറ്റിങ്, ബുർജ് ഖലീഫ ആണെങ്കിലും പല കളറിലുള്ള ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് കാണാൻ പറ്റും. ഇതിപ്പോൾ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ.
അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ദുബായിക്ക് വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബുർജ് ഖലീഫയിലൊക്കെ വരിക. രാത്രിയിൽ നല്ല തിരക്കാണ് ഇവിടെ ഈ വാട്ടർ ഫൗണ്ടൻ കാണാനായിട്ട്. കുറച്ച് നേരം ഉള്ളെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പം കാണുന്ന ദൃശ്യങ്ങളാണ്. മുഴുവൻ കെട്ടിടങ്ങളും വഴികളും മാത്രമാണ് കാണാനുള്ളത്. അങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിംഗ് ലോട്ടിൽ വണ്ടി നോക്കിയിരിക്കുകയാണ്. എല്ലാവരും മടുത്തു, നല്ല ക്ഷീണമുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി എവിടെയെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര. അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഹോട്ടലിലെത്തുക, സുഖമായിട്ട് ഉറങ്ങുക. ഇതൊക്കെയാണ് ഇന്നത്തെ ദുബായ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ദുബായ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.